ഫ്യൂച്ചറിലുള്ളൊരു ടൈമിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? സിമ്പിളായിട്ട് പറയാണ്, ഞാൻ നാളെ ജോലി ചെയ്യും എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഐ വിൽ വർക്ക് ടുമോറോ. ഇനിയിപ്പോൾ നാളെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാനാണെങ്കിലോ, നാളെ 2 മണി നേരത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയാൻ ഐ വിൽ ബി വർക്കിംഗ് അറ്റ് 2 o'clock ടുമോറോ. ഓക്കെ, അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞത് ഈ നിമിഷം തീർന്ന കാര്യങ്ങൾ. പാസ്റ്റിൽ ഒരു പോയിന്റിൽ നമ്മൾ ചെയ്ത് തുടങ്ങി പ്രസൻറ്റിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ഓക്കെ അത് ചെയ്ത് തീർന്നു എന്ന് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലുള്ളൊരു പോയിന്റ്, നാളെ 3 മണിക്ക് ഫിനിഷ് ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയണം. 2:30 റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി, 3 മണി ആകുമ്പോഴേക്കും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണം. ഐ വിൽ ഹാവ് റെക്കോർഡഡ് ബിഫോർ 3 o'clock ടുമോറോ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെൻസ്. അത് എന്തിനാണ് ഉപയോഗിക്കുക? ഇപ്പോൾ സിമ്പിളായിട്ട് ഫ്യൂച്ചറിൽ പറയാൻ ഐ വിൽ ബി വർക്കിംഗ് എന്നാണ് ഉപയോഗിച്ചത്. ഐ വിൽ ബി വർക്കിംഗ്. അതിൽ സിമ്പിളായിട്ട് ഞാൻ നാളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഫ്യൂച്ചറിൽ കുറച്ച് നേരത്തേക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്നെങ്ങനെ പറയാം? ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 hours ടുമോറോ. ഐ വിൽ ഹാവ് ബീൻ റെക്കോർഡിംഗ് ഫോർ 3 hours ടുമോറോ.